എൻ്റെ 2 കിഡ്നി പോയിട്ടാണ് ഞാനിരിക്കുന്നത്. ഞാൻ വളരെ ചെറുപ്പമാണ്, ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് എൻ്റെ പെങ്ങളാണ് എനിക്ക് കിഡ്നി തരുന്നത്. ഇതുവരെ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ചികിത്സാ ചെലവുകളെല്ലാം മുന്നോട്ട് പോയിരുന്നത്. ഇനി ഞങ്ങളെ കൊണ്ട് ഒരു മാർഗമില്ല. ദൈവത്തോട് ഞാനാണ് കിഡ്നി കൊടുക്കുന്നത്. ചികിത്സയ്ക്കുള്ള കാര്യങ്ങളെല്ലാം സഹായിക്കണം. ഒരു വർഷക്കാലമായിട്ട് ഇപ്പോൾ ആഴ്ചയിൽ 3 ഡയാലിസിന് വിധേയമായി. ഇത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കൽ മാത്രമാണ് വഴിയെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഈ സഹോദരി ചെറുപ്പമാണ്, സഹോദരിയാണ് മനോജിന് കിഡ്നി നൽകുന്നത്. ചെറുപ്പമാണ് മനോജ്, ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. പെട്ടെന്നാണ് ഈ അസുഖത്തിൽ പിടിപെട്ടത്. ഈ ഒരു ചെലവ് ചികിത്സ ആയതുകൊണ്ട് തന്നെ നാട്ടുകാരെ കൊണ്ട് മാത്രം സാധിക്കാത്ത സാഹചര്യമാണ് ഈ വീഡിയോ. വലിയൊരു സംഖ്യ ഇതിന് വേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ അദ്ദേഹത്തെ ഈ കിഡ്നി നിന്ന് മാറ്റി കഴിഞ്ഞ് കുടുംബം രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെ അടുത്ത് ഒരു ആവശ്യങ്ങളും പറഞ്ഞ് ഇതുവരെ സമീപിച്ചിട്ടില്ല. ഇപ്പോൾ അവർക്ക് അത്രയും പ്രയാസത്തിലായതുകൊണ്ട് മാത്രമാണ് നാട്ടുകാർക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സഹായവുമായി അവരെത്തിയിരിക്കുന്നത്. ഇനി ഒരു നിവൃത്തിയില്ല. കാരണം എന്താ, ആകെ 5 സെന്റിലാണ് ഇവർ താമസിക്കുന്നത്. ആ താമസിക്കുന്നത് തന്നെ അനിയന്റെ വീട്ടിലാണ്. ആ അമ്മയുടെ ആ കുടുംബത്തിന്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഈ സഹായിക്കുന്ന ഓരോരുത്തർക്കും ഉണ്ടാവും. മനോജിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. പ്ലീസ് പ്ലീസ് പ്ലീസ്. സുഹൃത്തിന് വേണ്ടി ഒരു സുഹൃത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ട് അറിയാല അവസ്ഥ. അത്രക്കും സങ്കടകരമായ അവസ്ഥയാണ് മനോജിൻ്റെത്. വളരെ ചെറുപ്പമാണ്. കിഡ്നി കൊടുക്കുന്ന സഹോദരിയും വളരെ ചെറുപ്പമാണ്. വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് 10 ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന്റെ ചികിത്സക്കും തുടർ ചികിത്സക്കും വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. മനോജിനെ നമുക്ക് അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ സഹോദരനെ ഇത് കേൾക്കുന്നവരും കാണുന്നവരും ഇത് ഷെയർ ചെയ്തുകൊണ്ട് മാക്സിമം അവനെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു.